പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള റോഡാണ് അബാൻ ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെ ഒരു മേൽപ്പാലമുണ്ട്, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, അതുപോലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ വന്ന് ബസ് ഇറങ്ങിക്കൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം ഈ ജില്ലയുടെ പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നത്. ഒരു മേൽപ്പാലത്തിന്റെ കാര്യം പറഞ്ഞ്, വികസനത്തിന്റെ കാര്യം പറഞ്ഞ് എത്രയോ നാളുകളായി ഇവിടുത്തെ ജനങ്ങളെ ഈ ദുരിതത്തിലാഴ്ത്തുന്നുണ്ട് ഈ സർക്കാർ എന്ന് നമുക്കറിയാം. ഇതിനൊക്കെ ആര് സമാധാനം പറയും? മുന്തിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുള്ള ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല. അവരെങ്കിലും സമാധാനം പറയണ്ടേ? അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? നമ്മൾ ഒരു നിമിഷം ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളെ ഒന്ന് കണ്ടു നോക്കി. എത്ര കഷ്ടപ്പെട്ടാണ് ആ സാധാരണക്കാരായ ജനങ്ങൾ ഈ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. കുണ്ടിലും കുഴിയിലും വീണ് നടുവൊടിഞ്ഞ് എത്ര ദുരിതത്തിലായിരിക്കും അവർ പോകുന്നതെന്ന് ആലോചിക്കും. എത്രയോ വർഷങ്ങളായി. ഒരുപാട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഈ റോഡിന്റെ ഇരു സൈഡുകളിലും. പക്ഷേ ഒരിക്കൽ പോലും ഒരാൾ പോലും ഈ റോഡിങ്ങനെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് വരുവാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇവരുടെ കച്ചവടം എങ്ങനെ നടക്കും? ഈ ഓരോ കടകളും ഈ സ്ഥാപനങ്ങളും ലക്ഷങ്ങൾ മുടക്കി ലേലത്തിന് പിടിച്ച് എടുത്തിട്ടിരിക്കുന്നതാണ്. ഈ കച്ചവടക്കാരോട്, ഈ വ്യാപാരികളോട് ആര് സമാധാനം പറയും? ഈ റോഡിന്റെ ഒരു ഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ തൊഴിലാളികൾ. എന്തുമാത്രം ദുരിതം അനുഭവിച്ചാണ് ഓരോ ദിവസവും ആളുകളെ കയറ്റി ഈ റോഡിലൂടെ അവർ പോകുന്നത് നമുക്കറിയാം. അവരുടെ കാക്കി ഒന്ന് കീറിയിരുന്നാൽ, ആ സ്റ്റിക്കർ കറക്റ്റായിട്ടൊന്ന് പതിപ്പിച്ചില്ലെങ്കിൽ, ഇനി അതല്ല അവരുടെ ഹോണൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസിന്റെ സംവിധാനവും MVDയും സർക്കാർ സംവിധാനങ്ങളും എല്ലാം അവരെ തടഞ്ഞു നിർത്തി എത്ര രൂപ പിഴയടയ്ക്കുന്നുണ്ട്. ഈ റോഡിലൂടെ പോകുന്നതിന് അവർക്ക് അങ്ങോട്ട് വേണം പൈസ കൊടുക്കുവാൻ. അപ്പൊ അവരുടെ നഷ്ടങ്ങൾ ആര് സമാധാനം പറയും? ദിവസേന 100 കണക്കിന് ബസ്സുകളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഒരു വണ്ടി വാങ്ങുന്നതിന് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ലോൺ അടയ്ക്കണം, അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. അങ്ങനെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എത്രയോ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരികളുമാണ് ഇതിനു ചുറ്റുമുള്ളതെന്ന് നിങ്ങൾക്കറിയാം. സാധാരണക്കാരുടെ ആവശ്യം നാളെ തന്നെ പണിത് തരണമെന്നതല്ല, മറിച്ച് ഒരു സർവീസ് റോഡെങ്കിലും, സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു സർവീസ് റോഡെങ്കിലും അവർക്ക് അനുവദനീയമായിട്ട് കൊടുക്കണം. അത് നിങ്ങളുടെ കർത്തവ്യമാണ്, നിങ്ങളുടെ കടമയാണത്. അത് അവർക്ക് നിരാകരിക്കുവാൻ പാടില്ല.